കേരളത്തിലെ കോൺഗ്രസിൽ അറിയപ്പെടുന്ന ഒരു നേതാവാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹം വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ചർച്ചകളിലൊക്കെ നിറഞ്ഞാടിയെങ്കിൽ പോലും അദ്ദേഹത്തിന് സാധാരണ ഒരു സ്ഥാനമാനങ്ങളും കിട്ടിയിരുന്നില്ല. പക്ഷേ സ്ഥാനമാനങ്ങൾ കിട്ടിയപ്പോൾ അദ്ദേഹം ചെറുതായിട്ട് ഒന്ന് ഒതുങ്ങിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അദ്ദേഹത്തെ കാസർഗോഡ് നിർത്തി മത്സരിപ്പിച്ചു MP സ്ഥാനത്തേക്ക്. അന്ന് മത്സരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തിന് അദ്ദേഹം ജയിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ വട്ടവും അദ്ദേഹം അവിടെ പാർലമെൻറ്റ് മെമ്പറായി തുടരുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് ചില വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അത് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, അതുപോലെ CPM-ലേക്ക് സ്നേഹിക്കുന്ന കേരളീയരായിട്ടുള്ള എല്ലാവരും തന്നെ കേൾക്കേണ്ട ഒരു കാര്യമാണ്. അത് മാതൃഭൂമി ന്യൂസിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിലാണ്, മാതൃഭൂമിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്, അവർക്ക് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പരാമർശം അദ്ദേഹം പറയുന്നത്, ഒരു 2-3 ബലാത്സംഗങ്ങളെങ്കിൽ നടത്തിയില്ലെങ്കിൽ ഇപ്പോൾ ഈ പാർട്ടിയിൽ നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണെന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ അതാണെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, ഈ സൈബർ പോരാളികളെയൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളെ കണ്ടിട്ടൊന്നും നമ്മൾ ഒരു കാര്യവും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കയ്യിൽ പണമുള്ളൊരുത്തന് ഒരുപാട് ഫേക്ക് ID കൾ ഉണ്ടാക്കിക്കൊണ്ട് വേണമെങ്കിൽ ഒരു വലിയ പ്രതീതി സൃഷ്ടിക്കാൻ കഴിയും, വലിയ സ്വീകാര്യനാണെന്ന് പറഞ്ഞാൽ പ്രതീതി സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ രാഹുൽ മാങ്കൂട്ടമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ തന്നെ ക്രൈം ഓൺലൈനിലും എൻ്റെ ചാനലിലോ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂകളിലൊക്കെ നിരവധി തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇതൊക്കെ ഫേക്ക് ID കളാണ്. അല്ലെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ UDF-ന് പാലക്കാട് വേണമെങ്കിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർത്തി നോക്ക്. കാരണം മറ്റ് സ്ഥലങ്ങളിലടക്കം, രാഹുൽ മാങ്കൂട്ടമല്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലടക്കമുള്ള ആളുകൾ കൂടി തോക്കും എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നു. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്, സൈബർ പോരാളികളുടെ സൈബർ അണികളുടെ അതുപോലെ സൈബർ ലോകത്തുമൊക്കെ തന്നെ വേണമെങ്കിൽ ഒരു ചർച്ച നടത്തി മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ മുഖ്യമന്ത്രിയായി അവരെല്ലാവരും കൂടി സജസ്റ്റ് ചെയ്യും. അത്തരത്തിലുള്ള വലിയ പിന്തുണ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ വാചകമാണ് എന്നെ കൂടുതൽ രസിപ്പിച്ചതും ചിരിപ്പിച്ചതും. അദ്ദേഹം പറയുന്നത്, KPCC പ്രസിഡന്റ് ആരാകണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രീനാദേവി കുഞ്ഞമ്മയെ ആക്കണം എന്ന് പറയുന്ന അണികളായിരിക്കും കോൺഗ്രസിൻ്റെ ഉണ്ടാവുക സൈബർ ലോകത്ത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ലോകമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും ഇവർക്കെതിരെ പറയാൻ ആളുകൾക്ക് പേടിയാണ് എന്നുള്ളതുമാണ് അദ്ദേഹം തുറന്നു പറഞ്ഞേക്കുന്നത്. കൂടാതെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കോൺഗ്രസ് പാർട്ടി ഇതൊന്നും കണ്ട് ഭയക്കേണ്ടതല്ല എന്നും അങ്ങനെ ഭയക്കേണ്ട ഒരു കാര്യവുമില്ലെന്നും പകരം അദ്ദേഹത്തിനെതിരെ പോലും ഇത്തരത്തിലുള്ള വലിയ സൈബർ അറ്റാക്കുകളുണ്ടായി. കാരണം അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ചില ഷാഫി പറമ്പിലിനെതിരെയൊക്കെ നിലപാടുകൾ എടുത്തപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ അറ്റാക്കുണ്ടായി. പക്ഷേ അറ്റാക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഓർക്കുന്നുണ്ടാവും. ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ മണിക്കൂർ കൊണ്ട് നിന്നു. ആ നിൽക്കാനുള്ള കാരണം ബാക്കിയുള്ള എല്ലാവരെയും, ഇരകളെയും അതിജീവിതകളെയും ഒക്കെ തന്നെ ഇവർ കടന്നാക്രമിക്കുകയും കടന്നൽ കൂട്ടങ്ങളായി വന്ന് ഈ പറയുന്ന പോലെ ആക്രമിച്ച് അവരില്ലായ്മ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ജീവചരിത്രവും അവരുടെ ഈ പറയുന്ന പോലെ സ്വഭാവത്തിലെ കുഴപ്പങ്ങളും ഒക്കെ തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് ഇവർ ചർച്ചയാക്കുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഏറ്റവും ഒടുവിൽ MA ഷഹനാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാടെടുത്തപ്പോൾ അവർ പണ്ട് IPS കിട്ടി എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിരുന്നു എന്നുള്ള 10-15 കൊല്ലം മുമ്പുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൊക്കിയെടുത്തുകൊണ്ട് സൈബർ ലോകത്ത് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ ഇത്തരം പരിപാടികളൊന്നും നടക്കാത്ത ഏക നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. കാരണം രാജ്മോഹൻ ഉണ്ണിത്താൻ ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹത്തിനെതിരെ സൈബർ അറ്റാക്ക് തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടുകയും ചെറുതായിട്ട് അദ്ദേഹം ഒരു കമൻറ്റ് പറയുകയും ചെയ്തു, ഈ സൈബർ അറ്റാക്കുകൾ എനിക്കെതിരെ ഉള്ളത് ഇവിടെ നിർത്തിക്കൊള്ളണം, ഇവിടെ നിർത്തിയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഈ പറയുന്ന പോലെ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം എനിക്കറിയാം, അത് മുഴുവൻ ഞാൻ വിളിച്ചു പറയും, അത് നിങ്ങളുടെ മാത്രമല്ല വേറെ കുറേ നേതാക്കന്മാർ കൂടി ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്റ്റോപ്പ് ഇട്ട പോലെ, അതായത് നമ്മളൊരു 150 കിലോമീറ്റർ സഞ്ചരിച്ചിരിക്കുന്നൊരു വണ്ടി ഞാൻ പണ്ടങ്ങനെ ചവിട്ടി നോക്കിയിട്ടുണ്ട്. അതായത് BMW-ൻ്റെ X6 എന്നോട് 150-160 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് ഒന്ന് പെട്ടെന്ന് ചവിട്ടിക്കോന്ന് പറഞ്ഞു. പെട്ടെന്ന് ചവിട്ടാൻ എനിക്ക് മടിയുണ്ടായിട്ട് പോലും അതിൻ്റെ AGM പറഞ്ഞു, ചവിട്ട് സാറേ ധൈര്യമായിട്ട് ചവിട്ടെന്ന് പറഞ്ഞു. ചവിട്ടിയപ്പോൾ വണ്ടി അവിടെ തന്നെ നിന്നു. എന്ന് പറഞ്ഞാൽ സാധാരണ വണ്ടികൾ ചവിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു അരയടിയോളം തെന്നി മാറും. പക്ഷേ ഇത് തെന്നി മാറിയില്ല, അഥവാ ഇത്തിരി തെന്നി മാറി. പക്ഷേ ആ തെന്നി മാറി ഇതുപോലെ സ്ട്രെയിറ്റ് ലൈനിലാണ്, മറ്റത് ഒരു വ്യത്യാസം ഉണ്ടാവും. അത്തരത്തിൽ ഒരു വേവറിങ് ഇല്ലാതെ കൃത്യമായിട്ട് വണ്ടി ചെയ്യുന്നു. ഇതാണ് സാറേ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ച എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഈ പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒരൊറ്റ പത്രസമ്മേളനത്തോട് നിന്നു. കാരണം അദ്ദേഹം പറഞ്ഞു, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു കൊടുങ്കാറ്റായി പെയ്തിറങ്ങും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും കാലം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചില്ല, ഇനിയും ഞാനിങ്ങനെ ജീവിച്ചോളാം. അതുകൊണ്ട് കിട്ടിയതൊക്കെ നന്നായി എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യും, തുറന്ന് പറയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലായി, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമുണ്ട്. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമല്ല 1000 പേരോ 10000 പേരോ പല ലോകത്തിരുന്ന് പല സ്ഥലത്തിരുന്ന് ഗൾഫിലും കേരളത്തിലും ഒക്കെ ഇരുന്നിട്ട് മറ്റേ ചെയ്യുന്നൊരു പരിപാടിയാണ്. അവർക്കെല്ലാം തോന്നിയ കമൻറ്റുകൾ ഇടുകയാണെങ്കിൽ ഒരു രാജ്മോഹൻ ഉണ്ണിത്താൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊന്നും നിൽക്കില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി ഇൻ്റർവ്യൂ കണ്ടിട്ടും ആരും അദ്ദേഹത്തിൻ്റെ തലക്ക് കയറാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത്, ഞാനും ചെറുതായിട്ടൊരു ചാറ്റൽ മഴ
പെയ്യിപ്പിച്ചേരെന്നാണ്. എന്ന് പറഞ്ഞാൽ അത് അവർക്ക് മാത്രമല്ല, അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന നിരവധി നേതാക്കന്മാർക്ക് കൂടി കുഴപ്പമുണ്ടാക്കിയാനേ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇൻ്റർവ്യൂ വളരെ കൃത്യമായി എല്ലാവരും തന്നെ കാണേണ്ടതാണെന്ന് ഞാൻ പറയും. കാരണം 2026 ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുമ്പോൾ ഇവരുടെയൊക്കെ ഒരു രീതികൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശ ധാരണ കിട്ടും. ഞാൻ ഒരു കാര്യം നിങ്ങളോട് തുറന്ന് പറയാം, എല്ലാ പാർട്ടികളിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ട്, ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. കാരണം നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പരിച്ഛേദമാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾ. അവിടെ മാത്രം വളരെ നോബിളായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ആളുകളാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല. സിനിമാ രംഗത്തൊക്കെ ഉള്ളതുപോലെ ഇതിനകത്തൊക്കെ തന്നെയുണ്ട്. പക്ഷെ അതെല്ലാം ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതല്ലാതെ പ്രലോഭിപ്പിച്ചും അതുപോലെ ഈ പറഞ്ഞ പോലെ വ്യാജമായിട്ടുള്ള കൺസെൻറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചില ഈ പറയുന്ന പോലെ വലിയ യൂട്യൂബ് ചാനലുകളൊക്കെ നടത്തുന്ന ആളുകൾ പോലും ഇത് സ്ത്രീകൾ സമ്മതിച്ചുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും. സമ്മതത്തിന് 2 ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ വില്ലോട് കൂടിയായിരിക്കണം നിങ്ങൾ സമ്മതിക്കേണ്ടത്. സത്യത്തിൽ നമ്മളിപ്പോൾ ഒരു കരാറിൽ ഒപ്പിടുമ്പോൾ പോലും ഭീഷണിക്കോ പ്രലോഭനത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ വഴങ്ങിയാണ് ഒരു ആധാരത്തിൽ നമ്മൾ ഒപ്പിടുന്നുണ്ടെങ്കിൽ പോലും വേണമെങ്കിൽ അത് ആധാരം ക്യാൻസലാക്കാവുന്ന സാധ്യതകളുണ്ട്. പക്ഷേ അതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ആരും തയ്യാറാകുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരാളെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ അവരോട് മാത്രമാണ് നമുക്ക് പ്രണയമെന്നും അവരെ നമ്മൾ കല്യാണം കഴിക്കാമെന്നും ഇനി കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിൽ പോലും അവരോട് മാത്രമാണ് പ്രണയമെന്നും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള കൺസെൻറ്റുകൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും ഈ പറയുന്ന പോലെ ഭാഗ്യത്തിന്, നമ്മുടെയൊക്കെ ഭാഗ്യത്തിന് വളരെ മാന്യനായിട്ടുള്ള സണ്ണി ജോസഫ് സാറാണ് KPCC പ്രസിഡന്റ്. അതിലൊരു മാറ്റവും വന്നിട്ടില്ല. രണ്ടാമത്തത് നമുക്കറിയാം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ VD സതീശനോ രമേശ് ചെന്നിത്തലയൊക്കെയാണ് വരാൻ പോകുന്നത്. അവരും വലിയ കുഴപ്പക്കാരായിട്ടുള്ള ആളുകളൊന്നുമല്ല. പക്ഷേ യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞ പോലെ സൈബർ അടികളെ കോൺഗ്രസ് നിയന്ത്രിച്ച് നിർത്തിയാൽ അവർക്ക് കൊള്ളാം. കാരണം 100 കണക്കിന് ഫേക്ക് അടികൾ ഉണ്ടാക്കുന്നു. അതിനുവേണ്ടി സമ്പത്ത് മുടക്കാൻ തീരുമാനിച്ചാൽ ആർക്കും ഇത്തരത്തിലുള്ള പൊതു സ്വീകാര്യതയും പിന്തുണയും സൈബർ ലോകത്ത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് കേട്ട് വളരെ കൃത്യമായി ചെവി തുറന്ന് മനസ്സ് തുറന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ ആളുകളൊക്കെ കൂടി കേൾക്കേണ്ടതാണ്. എന്നിട്ട് ഇങ്ങനെയുള്ള ഈ പറയുന്ന പോലെ അധമ പ്രവർത്തികൾ നടത്തുന്ന സൈബർ ലോകത്ത് വിളയാടുന്ന ഇത്തരത്തിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്തേണ്ടതാണ്. ഇത്രയും ഞാൻ പറയാൻ കാരണം, ഞാൻ ഈ വീഡിയോ എടുക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാഫി പറമ്പിലിൻ്റെയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒക്കെ ഒരു ഉറ്റ ചങ്ങാതി, ഉറ്റ അനുയായിയുടെ ചില ദൃശ്യങ്ങളൊക്കെ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ദൃശ്യങ്ങളൊന്നും ഞാനിവിടെ കാണിക്കത്തില്ല, നമ്മുടെ കയ്യിലുണ്ട്. അത് ഫേസ്ബുക്കിലൊക്കെ തിരഞ്ഞാടുന്നുണ്ട്. അവിടുത്തെ പാലക്കാട്ടിലെ ഒരു കൗൺസിലറാണ്. ആ കൗൺസിലർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഒളിവിൽ പോയിട്ടുണ്ട്. ആ ഒളിവിൽ പോയത് ഒരു പീഡന കേസിൽ ഇതുപോലെ പെട്ടതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിനും പാലക്കാട് വലിയ പിന്തുണയുണ്ടെന്നാണ് പറയുന്നത്. പിന്തുണകളെല്ലാം ഇതുപോലെ ഒരാൾക്ക് പണം കൊടുത്ത് ഫേക്ക് ഐഡികൾ നിർമ്മിച്ച് കൃത്യമായി ഉണ്ടാക്കുന്നതാണ്. ഇനി ഞാൻ എൻ്റെ കാര്യം കൂടി പറയാം. ഞാനൊരു തവണ അടൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ അടൂർ, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീടിൻ്റെ 3 കിലോമീറ്റർ അകലെ വെച്ച് എൻ്റെ ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ എൻ്റെ ഓഫീസിലെ കൊളീഗ്, അവിടുത്തെ ഒരു ഹോട്ടലിൻ്റെ ഉടമ വന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ ഇതിൻ്റെ തൊട്ടടുത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്, വേണമെങ്കിൽ നമുക്കൊന്ന് പോയി കണ്ടാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്ത് സംഭവിച്ചാലും. കാരണം പോയി കണ്ടിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത്തരത്തിലുള്ള PR വർക്കുകളൊക്കെ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ അത്തരത്തിലുള്ള വർക്കൊന്നും എടുത്ത് ഇത്തരത്തിലുള്ള ആളുകളെ വെള്ളം പൂശാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഞാൻ ഇത്രയും കാര്യം കൃത്യമായി പറഞ്ഞത്. ഒരു കാര്യം നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക, സൈബർ ലോകത്തുള്ള പിന്തുണ എന്ന് പറയുന്നത് വ്യാജന്മാരുടെയും ഫേക്ക് ഐഡികളുടെയും അഴിഞ്ഞാട്ടമാണ് അവിടെ നടക്കുന്നത്. അതല്ലാതെ യഥാർത്ഥ കേരളീയ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമല്ല എന്നുള്ളത് വളരെ കൃത്യമായി രാജ്മോഹൻ ഉണ്ണിത്താൻ മുതൽ VD സതീശൻ വരെയുള്ളവർക്കറിയാം. അല്ലാതെ അതിനപ്പുറം ഇതിനകത്ത് ഒരു കാര്യമില്ല. അവരോടൊക്കെ അഭിപ്രായം ചോദിച്ചാൽ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, ശ്രീനാദേവി കുഞ്ഞമ്മ KPCC പ്രസിഡന്റും രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി മാറുകയാണ്.